ഹലോ, വെൽക്കം ബാക്ക് ടു വിക്സ്ലാൻഡ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. അതെന്ന് പറയുന്നത് ടൂണ നമുക്ക് ഇപ്പോൾ ടൂണ എന്ന് പറഞ്ഞാൽ ചൂരക്കറി വയ്ക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ടൂണാണ്. കാരണം എന്ന് പറഞ്ഞാൽ ടിന്നിൽ കിട്ടുന്ന ടൂണയുണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് മാൽദീവ്സിൽ നിന്നാണ്, ഇക്ക കൊണ്ടുവന്നതാണ്. അപ്പോൾ മാൽദീവ്സിൽ നിന്ന് ടൂണയെ ടിന്നിൽ ആക്കി തരും. അപ്പം അതൊന്ന് വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടാലോ? ഇതാണ് ഞാൻ ഈ ടിന്നിലുള്ള ടൂണ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ഓപ്പൺ ചെയ്യുന്ന കണക്ക് തന്നെയാണ്. നമ്മൾ ക്യാനൊക്കെ ഓപ്പൺ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതാണ് ടൂണ എന്ന് പറയുന്നത്. ഈ ടൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാൻ്റെ അകത്ത് ഓയിൽ ഉണ്ടാവും. ആ ഓയില് കളഞ്ഞിട്ട്, അതായത് ഒരു അരിപ്പിൽ വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂറോളം അത് വെച്ച് അതിൻ്റെ ആ ഓയിൽ കളഞ്ഞിട്ട് എടുത്ത ടൂണയാണ്. 2 ടൂണ ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്. ഇതിൽ 5 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ചൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചതച്ചെടുത്തതാണേ. അത് കഴിഞ്ഞിട്ട് സവാള ഞാൻ ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട്. ഇതും ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തത്. വലിയ തക്കാളി ആണെങ്കിൽ അതിന്റെ അര മതി കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പിലയും. ഞാൻ അരിപ്പിലോട്ട് 2 ടൂണയുടെ ടിൻ ഓപ്പൺ ചെയ്ത് ഇട്ട ഫിഷാണ് കേട്ടോ. അതിൽ നിന്ന് നല്ല രീതിയിൽ ഓൾറെഡി ഓയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതെടുത്തപ്പോൾ കണ്ടോ ഇത്രയും ഓയിൽ ബാലൻസ് വന്നു. ഓയിൽ നല്ല രീതിയിൽ പോയെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരൂ. കാരണം ഇത് ഈ ഓയിലിന് ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്, പക്ഷെ അത് കാര്യമാക്കണ്ട, അത് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആദ്യം ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ കുറച്ച് കടുക്, പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്കും പൊട്ടിത്തെറിച്ചു കുറച്ച് കറിവേപ്പില, അതിട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിന്റെ ഒരു സ്മെല്ലൊന്ന് പോകുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. അതിന്റെ ഒരു സ്മെല്ല്, ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഞാൻ സവാള അത് ഒന്ന് തട്ടിക്കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൽ നല്ല ഉപ്പ് രസമുള്ള മീനാണ്. അപ്പം അത് കാരണം ടൂണ ഇട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പില്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ കുറച്ച് ഒരു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ ഇടാം. ഞാൻ വലുതാണെങ്കിൽ ചെറുത് പകുതി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോ ഇത് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ചെറിയ തക്കാളി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരെണ്ണമായിട്ട് ഫുൾ എടുത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി, ചില്ലി മുളക് പൊടി ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. കാണുന്നുണ്ട് എൻ്റെ ഇക്കാന് എരി കൂട്ടാൻ പാടില്ല, അധികം കൂട്ടാൻ പാടില്ല. ഞാൻ ശകലം ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. അതേപോലെ തന്നെ നോക്കിയിട്ട് വീണ്ടും ഇടാം, എരി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട്. അത് നന്നായിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം
ഞാൻ 1 മിനിറ്റ് കൂടുതൽ ഇത് ഇളക്കി ഇതിന്റെ മണമൊന്ന് മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. 1 ടീസ്പൂൺ തികച്ചില്ല, അത്രയ്ക്ക്. ഇതിന്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ചിട്ട് ഇടാം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെയൊക്കെ ഫ്ലേവർ കുറച്ച് മതി. അതും കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ശകല മഞ്ഞപ്പൊടി. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഇടാം, ടൂണ. ഇതെന്ന് പറയുന്നതുണ്ടല്ലോ, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ നന്നായിട്ട് ഇത് നമുക്കില്ല തോരൻ പോലെ ആക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, നാനിന്റെ കൂടെ കഴിക്കാം, എല്ലാത്തിന്റെ കൂടെയും കഴിക്കാം. കാരണം തന്നെ ഞാൻ മോൾഡീസിൽ പോയിരുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കിട്ടിയിരിക്കുന്നത് ടൂണ ചമ്മന്തിയും നാനും ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്റെ ടൂണ ചമ്മന്തി കഴിക്കാൻ എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എന്റേതായ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഉപ്പുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് ഞാൻ ഇടാത്തതാണ് മനഃപൂർവ്വം. കാരണം നല്ല ഉപ്പുണ്ട്. ഈ ടൂണയിൽ തന്നെ അവർ ഉപ്പിട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പം നല്ല ഉപ്പുണ്ട്, അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇത്രയും നേരം ഞാൻ ഈ ഫ്ലെയിം വെച്ചിരുന്നത് ആദ്യം ലോ ഫ്ലെയിം ആക്കി, പിന്നെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്തത്. അപ്പൊ സംഭവം സെറ്റായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതിന്റെ പുറത്തൂടെ കുറച്ച് കറിവേപ്പില, എനിക്ക് കറിവേപ്പില വലിയ ഇഷ്ടമല്ല, എന്നാലും കറിവേപ്പില ഞാൻ ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളെ ടൂണ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടൂണ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എന്റേതായ രീതിയിൽ വളരെ ടേസ്റ്റ് ആയിട്ടും അതേപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടും ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ടൂണ അതായത് റോസ്റ്റ് മാത്രം അല്ല ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ടൂണ ഫ്രൈയും ചെയ്യാം. അതായത് ഉപ്പും മുളകും ഇതെല്ലാം ഇട്ടിട്ട് മസാല എല്ലാം ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം, വേണമെങ്കിൽ കറിയും വയ്ക്കാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചപ്പാത്തിയോ ദോശയോ അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു സാധനമാണ് ഈ ടൂണ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐറ്റം വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ട്രൈ ചെയ്തതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എന്തായാലും ഉണ്ടാക്കിയല്ലേ. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ തിന്നുകൊണ്ട് ഇല്ല, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ സാധനം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.